Hello everyone, welcome to Free Period. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് പ്രൊഫഷണൽ ജേർണലിസം എന്ന് പറയുന്ന സെറ്റിലെ നിങ്ങൾ ഒന്നാമത്തെ മൈനർ കോഴ്സായിട്ട് ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്ന പേപ്പറിൻ്റെ പേരാണ് ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഭാഗത്ത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് 4 മൊഡ്യൂളുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ന്യൂസ് ആണ്, ന്യൂസിനെ കുറിച്ചിട്ടുള്ളതാണ്. അതായത് ന്യൂസിന്റെ ഡെഫിനിഷൻ എന്താണ്, 5W ന്യൂസുകൾ, അതായത് പ്രധാനമായിട്ട് ന്യൂസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഹാർഡ് ന്യൂസ്, സോഫ്റ്റ് ന്യൂസുകൾ എന്തൊക്കെയാണ്, ന്യൂസിന്റെ വാല്യൂസ് എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ടിന്റെ ഏറ്റവും പ്രിൻസിപ്പിൾസ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ, ആറാമതായിട്ട് ന്യൂസുകൾ എങ്ങനെയെല്ലാമാണ്, ന്യൂസ് സോഴ്സുകൾ, ന്യൂസ് എങ്ങനെയെല്ലാമാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്, ന്യൂസിന്റെ വാർത്തകൾ നമ്മൾ എവിടെ നിന്നെല്ലാമാണ് ശേഖരിക്കുന്നത്, അതുപോലെ തന്നെ ന്യൂസുകൾ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയൊക്കെയാണ്, കൾട്ടിവേറ്റിംഗ് സോഴ്സുകൾ, വാർത്തകളിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്, ഏതെല്ലാം ഉറവിടങ്ങളിൽ നിന്നാണ് വാർത്തകൾ ഉണ്ടാക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ന്യൂസ് എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മൊഡ്യൂളാണ് ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ന്യൂസ് ഗ്യാതറിംഗ് എന്നുള്ളതാണ്. ന്യൂസ് ഗ്യാതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം രീതികളിൽ നമുക്ക് ന്യൂസ് നേടിയെടുക്കാം. ഇപ്പോൾ ഇന്റർവ്യൂസ്, ഒബ്സർവേഷൻസ്, ഓൺലൈനായിട്ട് ഒക്കെ നമുക്ക് എങ്ങനെയെല്ലാമാണ് ന്യൂസുകൾ നമുക്ക് എടുക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ആ സെക്കൻഡ് മൊഡ്യൂളിൽ അതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് മൊഡ്യൂളിൽ റൈറ്റിംഗ് ദ ന്യൂസ് സ്റ്റോറീസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിവിഷന് വേണ്ടിയിട്ട്, ഓൺലൈൻ മീഡിയകൾക്ക് വേണ്ടി, റേഡിയോ, പ്രിന്റ്, അതായത് ന്യൂസ് പേപ്പേഴ്സ്, ഈ തുടങ്ങിയവയ്ക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയെല്ലാമാണ് വാർത്തകൾ എഴുതുന്നത്, ലീഡുകൾ ഏതൊക്കെയാണ്. ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർത്തയുടെ ആദ്യത്തെ പാരഗ്രാഫിനെയാണ് ലീഡ് എന്ന് പറയുന്നത്. ലീഡുകൾ ഏതൊക്കെ ടൈപ്പാണുള്ളത്. അതുപോലെ തന്നെ ന്യൂസ് സ്റ്റോറി എഴുതുന്ന 2 സ്റ്റൈലുകൾ അല്ലെങ്കിൽ 3 സ്റ്റൈലുകളെ കുറിച്ചിട്ട്. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ, പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ ഉള്ളത് എന്നുള്ളത്. ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ, അപ്പോൾ ഓപ്പോസിറ്റ് വെച്ചിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ട്. നരേറ്റീവ് സ്റ്റൈലും ഹവർ ക്ലാസ് സ്റ്റൈൽ, അങ്ങനെ ഈ 3 സ്റ്റൈലുകളെ കുറിച്ചിട്ടാണ് റൈറ്റിംഗ് ദ ന്യൂസ് സ്റ്റോറി എന്ന് പറയുന്ന ഭാഗത്ത് പഠിക്കാനുള്ളത്. ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്ന എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂസ് സ്റ്റോറീൻ്റെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത്, വാർത്തകളിൽ തെറ്റുകൾ തിരുത്തുന്ന സമയത്ത്, ഗ്രാമർ മിസ്റ്റേക്കുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തിരുത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എഡിറ്റിങ്ങിൻ്റെ പ്രോസസ്സുകൾ, സെലക്ഷന്, കറക്ഷൻ, അതുപോലെ തന്നെ റീറൈറ്റിംഗ് എങ്ങനെയെല്ലാമാണ്, പിന്നെ സ്റ്റൈൽ ബുക്കുകൾ എന്തൊക്കെയാണ്, ഒരു പത്രത്തിൻ്റെ സ്റ്റൈൽ ബുക്ക് എങ്ങനെയാണ്, ആ പത്രത്തിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണുള്ളത്, അതുപോലെ തന്നെ പ്രിന്റ്, റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എഡിറ്റിംഗ്, ഒരു വാർത്തകൾ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യപ്പെടുന്നത്, അതുപോലെ തന്നെ ഒരു ന്യൂസ് പോർട്ടൽസുകൾ, വെബ്സൈറ്റുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ, മൾട്ടിമീഡിയ കണ്ടന്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയെല്ലാമാണ് എഡിറ്റ് ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് നിങ്ങളെ സെക്കൻഡ് സെമ്മിൽ, അതായത് ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും എടുക്കാനുള്ളത്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഇതിന് 2 ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾസും കൂടി നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് റൈറ്റിംഗ് എക്സസൈസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാസ്കുകൾ, ഏകദേശം 5 ടാസ്കുകൾ തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും, ഈ 4 മൊഡ്യൂളുകളിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്കൊരു എക്സസൈസ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഭാഗമാണ് ഇതിൽ ഓപ്പൺ എൻഡഡ് മൊഡ്യൂളായിട്ട് ഒന്നാമതായിട്ട് നൽകിയിരിക്കുന്നത്. അതായത് ഒരു ന്യൂസ് കളക്ട് ചെയ്യുക, 5W1H, അത് എഡിറ്റ് ചെയ്യുക, അത് വിവിധ രീതികളിൽ അവതരിപ്പിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അസൈൻമെന്റ് 1 എന്ന് പറയുന്നത്. ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് റൈറ്റിംഗ് എക്സസൈസ് എന്നുള്ളതാണ്. അതായത് ന്യൂസ് എഴുതുക തുടങ്ങിയുള്ള കാര്യങ്ങൾ, ശേഖരിക്കുക, എഴുതുക, എഡിറ്റ് ചെയ്യുക തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. ആൻഡ് അസൈൻമെന്റ് സെക്കൻഡ് എന്ന് പറയുന്നത് മൾട്ടിമീഡിയ ന്യൂസ് പ്രസന്റേഷൻസ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിമീഡിയ സൈറ്റ്, ഫോട്ടോസ്, വീഡിയോസ്, ഇൻഫോഗ്രാഫിക്സ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വെച്ചുകൊണ്ട് ന്യൂസ് പ്രസന്റ് ചെയ്യുക, അവതരിപ്പിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. അതിൽ ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളത് പ്രസന്റ് ചെയ്യുക, അവതരിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ഓപ്പൺ എൻഡഡ് അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സിലബസ് ആണ് ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ദിവസങ്ങളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സെക്കൻഡ് സെമ്മിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും എല്ലാ സ്റ്റുഡൻസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ടായിരിക്കും, ടെലഗ്രാം ഗ്രൂപ്പിന്റെ. അപ്പോൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അതിൽ നോട്ടുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.